നമസ്കാരം. പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 29, 2025 വെള്ളി. അങ്ങനെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്നും നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് ഒരു ഘട്ടത്തില് നമ്മുടെ മാർക്കറ്റ് നഷ്ടങ്ങളൊക്കെ നികത്തിക്കൊണ്ട് നേട്ടത്തിലേക്ക് തിരിയുന്ന കാഴ്ചകൾ ദൃശ്യമായി. അതിന് പ്രധാനമായിട്ടും 5 കാരണങ്ങളാണ് ഘടകമായി മാറിയതെങ്കിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് വീണ്ടും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കുകയും അതിനു പുറമെ ഇന്ന് നഷ്ടത്തോടു കൂടി വ്യാപാരം നമ്മുടെ മാർക്കറ്റിൽ അവസാനിപ്പിക്കുവാനും കാരണമായത് മറ്റ് 5 കാരണങ്ങളാണ്. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നതെങ്കിലും 24,572 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുക ഉണ്ടായി. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം സഡൻ ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയിട്ടും നിഫ്റ്റിക്ക് ഇന്ന് 24,404 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 74 പോയിന്റുകളുടെ നഷ്ടത്തോടു കൂടി 24,426 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 270 പോയിന്റുകളും ബാങ്ക് നിഫ്റ്റിക്ക് 164 പോയിന്റുകളുടെ നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ഫിൻ നിഫ്റ്റിയിൽ 72 പോയിന്റുകളുടെ നഷ്ടമാണ് ഇന്നുണ്ടായത്. ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചതെങ്കിലും NSEയിൽ 1167 കമ്പനികൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ 1582 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. ശ്രീറാം ഫൈനാൻസ്, ITC, ഭാരത് ഇലക്ട്രോണിക്സ്, ട്രെൻഡ്, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ M&M, ഇൻഫോസിസ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, അദാനി എന്റർപ്രൈസസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടുകയുണ്ടായി. ഇന്ന് സെക്ടർ വൈസ് നോക്കുമ്പോൾ മെറ്റൽ, IT, റിയാലിറ്റി, ഓട്ടോ തുടങ്ങിയ മേഖലകളിൽ 0.5% മുതൽ 1% നഷ്ടം നേരിടേണ്ടി വന്നപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ, FMCG തുടങ്ങിയ മേഖലകൾക്ക് 0.4% മുതൽ 1% നേട്ടം കൈവരിക്കുവാനും ഇന്ന് സാധിക്കുകയുണ്ടായി. തൽഫലമായി തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും ഇന്നും കൺസ്യൂമർ ഡ്യൂറബിൾസിന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇന്ന് ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് 88.31 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റില് ഒരു ഘട്ടത്തില് നഷ്ടങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളും ദൃശ്യമായി. അത് നിലനിർത്താൻ ആയില്ലെങ്കിൽ കൂടിയിട്ടും പ്രധാനമായും 5 ഘടകങ്ങളാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരു ഘട്ടത്തിൽ നേട്ടത്തിലേക്ക് നയിക്കുകയുണ്ടായത്. ആദ്യമായി തന്നെ വാല്യൂ ബൈയിങ് തന്നെയായിരുന്നു. ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, അദാനി പോർട്സ്, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് വാല്യൂ ബൈയിങ് ദൃശ്യമായി. രണ്ടാമതായിട്ട് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് തന്നെയായിരുന്നു. ഇന്ന് സൗത്ത് കൊറിയൻ മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും ഹോങ്കോങ് മാർക്കറ്റുകൾ തുടങ്ങിയ ഏഷ്യൻ മാർക്കറ്റ്സുകളിൽ ഇന്ന് പോസിറ്റീവ് സെന്റിമെന്റ്സ് ആയിരുന്നു. അത് മാത്രമല്ല ഇന്നലെ US മാർക്കറ്റുകളും നേട്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. തൽഫലമായി ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടായ പോസിറ്റീവ്നെസ്സും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരു ഘട്ടത്തിൽ നേട്ടത്തിലേക്ക് നയിക്കുവാൻ കാരണമായി മാറി. മൂന്നാമതായിട്ടും ഇന്നും ക്രൂഡ് ഓയിലിന്റെ വിലയിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിന് സഹായകമാവുകയുണ്ടായി. നാലാമതായിട്ട് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വരുന്ന തുടർച്ചയായ ബൈയും നമ്മുടെ മാർക്കറ്റിനെ ഇന്നൊരു ഘട്ടത്തിൽ പോസിറ്റീവായിട്ട് സഹായിക്കുകയുണ്ടായി. അഞ്ചാമതായി ഇന്ത്യ വിക്സിലുണ്ടായ ഇടിവ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ സഹായിക്കുകയുണ്ടായത്. പല ഘട്ടങ്ങളിലും ഇന്ത്യ വിക്സ് ഉയർന്നെങ്കിലും മാർക്കറ്റ് കൂൾ ഓഫ് ആകുന്നതിനനുസരിച്ച് ഇന്ത്യ വിക്സും ഇടിഞ്ഞതിന്റെ ഫലമായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് ഒരു ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ആദ്യമായി തന്നെ US താരിഫ് തന്നെയാണ്. 50% താരിഫ് നിലവിൽ വന്നതിനെ തുടർന്നും തുടർച്ചയായ ട്രേഡിംഗ് സെക്ഷനിൽ ഇന്നും എക്സ്പോർട്ട് ഇന്റൻസീവ് സെക്ടേഴ്സ് ആയ ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി, സീ ഫുഡ്, കെമിക്കൽസ് തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്നും ഇടിവ് തുടരുകയുണ്ടായി. മാത്രമല്ല ചില അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം US ട്രേഡ് താരിഫിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് 1% മുതൽ 1.2% ഇടിവ് നേരിട്ടേക്കാമെന്നുള്ള അഭിപ്രായങ്ങളും വന്നതിനെ തുടർന്ന് അതും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മോശമായി ബാധിക്കുകയുണ്ടായി. രണ്ടാമതായി ഇന്നും ഇന്ത്യൻ രൂപയിലുണ്ടായ ഇടിവാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ ഡോളറിനെതിരെ 88 രൂപ എന്ന ലെവൽ മറികടന്നുകൊണ്ട്
88.31 എന്ന ലെവലിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ് നമ്മുടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതിയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്നതും അതിനെ തുടർന്ന് കോർപ്പറേറ്റ് പ്രോഫിറ്റ്സിന്റെ മാർജിനിൽ ഇടിവ് നേരിടുന്നതിനെ തുടർന്ന് ഇക്വിറ്റിയിലും പ്രഷർ അനുഭവപ്പെടും. മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെയും നമ്മുടെ മാർക്കറ്റിൽ നിന്നും വികർഷിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഇടിവ്. മൂന്നാമതായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും വരുന്ന തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ് ഇന്നും നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. തുടർച്ചയായി 2 മാസങ്ങളായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്ത് നിന്നും ക്യാഷ് മാർക്കറ്റിൽ തുടരുന്ന സെല്ലിങ്ങും ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ വർദ്ധിപ്പിക്കുന്നതൊക്കെ നിരന്തരം നമ്മുടെ മാർക്കറ്റിനെ ദിനം പ്രതി തളർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. സെക്ടർ സ്പെസിഫിക് വീക്ക്നെസ് തന്നെയാണ് നാലാമതായി നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് IT, ഓട്ടോ, മെറ്റൽ സ്റ്റോക്സുകളിലൊക്കെ വീക്ക്നെസ് ദൃശ്യമായിരുന്നു. മാത്രമല്ല ഈ 3 മേഖലകളും ഇന്ന് 0.5% മുതൽ 1% ഇടിവും ഇന്ന് നേരിടുകയുണ്ടായി. തൽഫലമായി ഈ ഒരു കാരണവും നമ്മുടെ മാർക്കറ്റിനെ ഇന്ന് മോശമായി ബാധിക്കുകയുണ്ടായി. അഞ്ചാമതായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ തളർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം റിലയൻസിന്റെ AGM തന്നെയാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇന്ന് ഉച്ചതിരിഞ്ഞ് 2 മണിയോടുകൂടി ആരംഭിക്കുക ഉണ്ടായി. പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും ഇന്ന് റിലയൻസില് 2.16% ഇടിവാണ് ക്ലോസിംഗ് ബേസിസിൽ രേഖപ്പെടുത്തുകയുണ്ടായത്. ഹെവി വെയിറ്റ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസിലുണ്ടായ ഇടിവും നമ്മുടെ മാർക്കറ്റിനെ നഷ്ടത്തിലേക്ക് നയിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി മാറുകയുണ്ടായി. തുടർച്ചയായി 4ാമത്തെ AGM-ലും റിലയൻസ് ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്നും നിക്ഷേപകരെ നിരാശപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ വിശദമായി ഇന്ന് AGM കഴിഞ്ഞാലേ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നാളെ NSEയുടെ ഭാഗത്ത് നിന്നും മോക്ക് ട്രേഡിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിയോടുകൂടി പ്രീ മാർക്കറ്റ് ആരംഭിക്കും. 9:15 മുതൽ 10:10 AM വരെയാണ് ട്രേഡിംഗ് സെക്ഷൻ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് റീലോഗിങ്ങിനായിട്ടുള്ള സെക്ഷൻ ഉച്ചതിരിഞ്ഞ് 1:30 ആരംഭിച്ച് 2 മണിയോടുകൂടി അവസാനിക്കും. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 125 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സ് 3 നഷ്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിക്സ്ഡ് സെന്റിമെന്റ്സ് ആണ് ദൃശ്യമാകുന്നത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഗോൾഡിലൊക്കെ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. റിലയൻസ് ഇൻഡസ്ട്രീസ് AGM-ന്റെ ഭാഗമായിട്ട് മുകേഷ് അംബാനിയുടെ ഭാഗത്ത് നിന്ന് വന്ന പ്രഖ്യാപനങ്ങൾ പ്രകാരം ജിയോയുടെ IPO 2026 ഫസ്റ്റ് ഹാഫോടുകൂടി ലിസ്റ്റ് ചെയ്യും എന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. മാത്രമല്ല റിലയൻസും മെറ്റയും സംയുക്തമായിട്ട് AI ഫോക്കസ്ഡ് ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെടുമെന്നുള്ള പ്രഖ്യാപനവും വരികയുണ്ടായി. CG പവർ കമ്പനിയുടെ സബ്സിഡറിയായ CG സെമി പ്രൈവറ്റ് ലിമിറ്റഡ് 7,600 കോടി രൂപ മുടക്കി സെമി കണ്ടക്ടർ അസംബ്ലി യൂണിറ്റ് ഗുജറാത്തിൽ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ. അദാനി പവർ 2,400 മെഗാവാട്ട് തെർമൽ പവർ പ്രൊജക്ടിന്റെ ഓർഡർ ബീഹാറിൽ നിന്നും ലഭിച്ചു എന്നുള്ള വാർത്തകൾ. യെസ് ബാങ്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ജപ്പാനിലെ സുമിറ്റോമോ മിറ്റ്സൂയി ബാങ്കിംഗ് കോർപ്പറേഷൻ അഡീഷണൽ ആയിട്ട് 16,000 കോടി ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ബാങ്കിൽ ചെയ്യുമെന്നുള്ള വാർത്തകൾ. ARC ഇൻസുലേഷൻ IPO ഇന്ന് 16% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി NSE SME പ്ലാറ്റ്ഫോമിൽ ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. സ്റ്റേഷനറി സ്റ്റോക്സ് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറേസുകളുടെ മുകളിലും എക്സസൈസ് ബുക്കുകളുടെ മുകളിലും മാത്രമല്ല ക്രയോൺസ്, ഷാർപ്പൻസ്, മാപ്സ്, അറ്റ്ലസ് തുടങ്ങി റിലേറ്റഡ് ഐറ്റംസിലൊക്കെ നിലവിലുള്ള 12% GST എടുത്തു മാറ്റിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് കമ്പനിയുടെ സബ്സിഡറിയായ TVS ലോജിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് USA ഇൻകോർപ്പറേഷന്റെ പ്രീ എക്സിസ്റ്റിംഗ് ഇന്റർ കമ്പനി ലോണ് ഇൻട്രസ്റ്റ് അടക്കം ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു വീക്കെൻഡ് ആശംസിക്കുന്നു. വീക്കെൻഡ് ഒക്കെ എൻജോയ് ചെയ്യുക. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.